ഈ കാണുന്നതാണ് മനോഹരിയായ ചാർപ്പ വാട്ടർഫാൾസ്. അതിൽ വെള്ളമുള്ള സമയത്ത് അവിടെ അതിമനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇപ്പോൾ ഒരു ആർച്ച് പോലെ ഒരു വാക്ക് വേ ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഉള്ള സമയത്ത് നമുക്കതിൽ കയറി വാട്ടർഫാൾസ് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ വെള്ളം കുറവായതുകൊണ്ടും പണി നടക്കുന്നത് കൊണ്ടും നമ്മൾ തൽക്കാലം അവിടുത്തെ കാഴ്ച പകർത്തിയിട്ടില്ല, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ KSRTC യാത്രയുടെ 5ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നാണ് KSRTCയിൽ ഉല്ലാസയാത്ര സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ആദ്യ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് വാഴച്ചാൽ വാട്ടർഫാൾസിലാണ്. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനെടുത്ത അതേ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും കയറാം, എൻട്രി ചെയ്യാം. അപ്പോൾ ആ ഒരു ടിക്കറ്റ് നമുക്ക് പിന്നെ ഇവിടെ ടിക്കറ്റിന് തിരക്കേണ്ട അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ട ഒരു സമയം നമുക്ക് ലാഭമാണ്. നമുക്ക് നേരെ വാട്ടർഫാൾസിലേക്ക് കയറാം. കയറി വരുന്ന ഭാഗത്ത് ഇതുപോലെ നല്ല ചെത്തിയൊരുക്കിയിട്ടുള്ള പുല്ലും കാര്യങ്ങളും ചെടികളും ഒക്കെയുള്ള വളരെ മനോഹരമാക്കിയിട്ടുള്ള കല്ല് പാക്കിയിട്ടുള്ള നടവഴിയൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇരുന്ന് കാണാനും അതേപോലെ തന്നെ കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഭാഗം നമുക്ക് അവിടെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്കവിടെ ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, ഐസ്ക്രീം, ജ്യൂസുകൾ, മറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നടപ്പാതയിലൂടെ നമ്മളെ വാട്ടർഫാൾസിൻ്റെ അരികിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ഇതുപോലെ അവിടെയും ഒരു വിശ്രമ കേന്ദ്രം ഉണ്ട്. അവിടെയും ഒരുപാട് സമയം നമുക്ക് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. ഒരുപാട് നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ ഉണ്ട്. കൈവരിയൊക്കെ വെച്ച് മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് അതിമനോഹരിയായ വാഴച്ചാൽ വാട്ടർഫാൾസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക. നല്ല മഞ്ഞു കണങ്ങൾ പോലെ ഉള്ള വെള്ളത്തുള്ളികൾ പാറക്കെട്ടുകളിൽ തട്ടി തൂവി തെറിച്ചു വരുന്ന ആ കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അത് നമ്മൾ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇതിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്ന് ആ ഒരു വിഷ്വൽ എടുത്തു കഴിഞ്ഞാലും അതിമനോഹരമായ വിഷ്വൽസാണ് നമുക്ക് ലഭിക്കുക. ഒരുപാട് സമയം നമുക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കരയിൽ നിന്ന് നമുക്ക് ആ പുഴയുടെ വന്യത നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മനോഹരിയായ ഈ വാട്ടർഫാൾസ് നമ്മുടെ മനസ്സിനെ ഒരുപാട് ഉന്മേഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ കാഴ്ച കണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ അവിടെ ബസ് ഇറങ്ങിയ കാഴ്ച നിങ്ങളിതിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ KSRTCയിലാവുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം, എപ്പോൾ മടങ്ങും എന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കണം. മടങ്ങുന്നില്ല, അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആതിരപ്പള്ളിയിലെ അതേ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വാഴച്ചാൽ വാട്ടർഫാൾസിലും എൻ്റർ ചെയ്യാൻ പറ്റും. അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ആ ഒരു വഴിയിലല്ല, നമ്മൾ അതിലെ കുറച്ച് മുന്നോട്ട് ഈ പുഴയുടെ അതേ സൈഡിൽ മുകളിലേക്ക് കയറി മുന്നോട്ട് നടന്ന് ഈ പാർക്കിനകത്ത് കൂടെ നടന്ന് പുഴയുടെ ഒരു സൈഡിലൂടെ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് വാട്ടർഫാൾസിൻ്റെ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് വിഷ്വലൊക്കെ എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് മനോഹരമായ ഏരിയ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ സൈഡിലൂടെ ഉള്ള ഈ പാർക്കിനകത്ത് ഉണ്ട്. നല്ല ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇതിനകത്തുണ്ട്. ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അവിടെയൊക്കെ വിശ്രമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഈ വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ ഒരു സൈഡിലൂടെ മുകളിലേക്ക് അങ്ങനെ നടന്നു പോകണം. കുറച്ചധികം ദൂരം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട്. നടവഴിയിലെല്ലാം കല്ല് പാകി മനോഹരമാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വാട്ടർഫാൾസിൻ്റെ വ്യത്യസ്ത ഏരിയയിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുക. ആ കാഴ്ചകളൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം.
ഈ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കൂ, അതിമനോഹരമല്ലേ? അപ്പോൾ ഇത്തരം യാത്രകൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ KSRTCയുടെ ഉല്ലാസയാത്രാ പാക്കേജ് തിരഞ്ഞെടുക്കൂ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇത്തരം യാത്രകൾ നടത്താൻ പറ്റും. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്ക് സേഫ്റ്റിയോടുകൂടി ഇത്തരം യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മളെ പൈസ അവിടെ കൊടുത്തിട്ട് നേരെ വണ്ടിയിൽ കയറി ഇരുന്നാൽ മതി. ഏതൊരു ഡെസ്റ്റിനേഷനിലും അവർ കൊണ്ടുപോയി നിർത്തും. എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് വണ്ടിക്കകത്ത് അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗെയിംസും കാര്യങ്ങളും. അതേപോലെ നമ്മൾ പുതിയതായിട്ടുള്ള ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു. നമുക്ക് ഒരുപാട് പരിചയക്കാരെ കിട്ടുന്നു. പല പ്രായക്കാർ, പല തരക്കാർ, പല ഏരിയയിൽ നിന്നുള്ളവർ, പല സംസ്കാരത്തിൻ്റെ ഉടമകൾ, അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ സൗഹൃദം പങ്കിടുന്നു. വളരെ സന്തോഷകരമായ ഒരു സ്റ്റൈൽ ആണ് നമുക്ക് ഈ ഒരു യാത്രയിൽ പരിചയപ്പെടാൻ പറ്റുക. നമ്മൾ മറ്റനേകം യാത്രകൾ നടത്തിയിട്ടുണ്ടാകും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയൊക്കെ. പക്ഷേ നമ്മൾ അപരിചിതരുടെ കൂടെ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഫീൽ, അത് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും അനുഭവിച്ചറിയണം. അപ്പോൾ ഇത്തരം യാത്രകൾ നിങ്ങൾക്ക് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ബഡ്ജറ്റ് ടൂറിസം സെൽ എന്ന് പറഞ്ഞിട്ട് KSRTCയുടെ എല്ലാ ഡിപ്പോയിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ മുജീബിക്കാടെ നമ്പർ ഞാനിതിനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിപ്പോയിലെ നമ്പർ വേണമെങ്കിലും ആൾ തരുമായിരിക്കും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ പോകുന്നത് കാടിനകത്തുകൂടെയാണ്. ഫോറസ്റ്റിനകത്തുകൂടെയുള്ള ഏകദേശം 50 കിലോമീറ്ററോളം ഫോറസ്റ്റിനകത്തുകൂടെയുള്ള അടിപൊളി യാത്ര കാണാൻ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും.